നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നവർക്ക് ഇന്നൊരു കാര്യം വ്യക്തമാണ്. ഒരു പാർട്ടിക്ക് പുനഃസംഘടന എന്നത് പുതിയ ഊർജം നൽകാനും കാലഹരണപ്പെട്ട രീതികൾ ഉപേക്ഷിക്കാനും പുതിയ ദിശാബോധം നൽകാനും വേണ്ടിയുള്ള ഒരു സുപ്രധാന പ്രക്രിയയാണ്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യത്തിൽ പുനഃസംഘടന വെറും ഒരു പ്രഹസനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഗ്രൂപ്പ് കളികളുടെയും അധികാര തർക്കങ്ങളുടെയും ഒരു അഴിഞ്ഞാട്ടമാണ് ഒരു പാർട്ടിക്ക് അതിന്റെ നിലനിൽപ്പിന് പോലും ആവശ്യമായ പുനഃസംഘടനയിൽ ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നു. സംസ്ഥാന ഭാരവാഹികളുടെ എണ്ണം 100-ൽ കൂടരുത് എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം പോലും നടപ്പിലാക്കാൻ KPCCക്ക് കഴിഞ്ഞിട്ടില്ല. പുനഃസംഘടന വൈകാനുള്ള കാരണം ഡൽഹിയിൽ നടക്കുന്ന മാരത്തൺ ചർച്ചകളോ ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശങ്ങളോ അല്ല. മറിച്ച് കേരളത്തിലെ മുതിർന്ന നേതാക്കൾ സ്വന്തം നോമിനികളെ തിരികെ കയറ്റാൻ നടത്തുന്ന കടുത്ത സമ്മർദ്ദങ്ങളാണ്. ഒരു നേതാവ് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. ഓരോരുത്തരും തങ്ങളുടെ ഗ്രൂപ്പിന്റെ ശക്തി തെളിയിക്കാൻ ശ്രമിക്കുമ്പോൾ പാർട്ടിയുടെ ഭാവി തന്നെ അവഗണിക്കപ്പെടുന്നു. പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ യുവ നേതാക്കൾക്കിടയിൽ പോലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സമവായം ഉണ്ടാക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന്റെ പിടിപ്പുകേടായിട്ടാണ് പലരും വിലയിരുത്തുന്നത്. 30 ജനറൽ സെക്രട്ടറിമാർ, 60 സെക്രട്ടറിമാർ, 5 വൈസ് പ്രസിഡന്റുമാർ, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിങ്ങനെയുള്ള ഒരു വലിയ പട്ടികയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങളെ അപ്പാടെ അവഗണിച്ച് നിലവിലുള്ള ഭാരവാഹികളെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ആളുകളെ നിയമിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു. ഇത് പാർട്ടിക്ക് മുകളിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കാണ് മുൻഗണന എന്ന് തെളിയിക്കുന്നു. പുനഃസംഘടനയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കിയാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ സമകാലിക രാഷ്ട്രീയത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും മൂലകാരണം കാണാൻ കഴിയും. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ഈ നേതാക്കളുടെ സ്വാധീനം വ്യക്തമായി കാണാം. ഔദ്യോഗിക ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും പല സ്ഥാനങ്ങളിലും മുൻഗണന ലഭിക്കുന്നത് അവരുടെ അടുപ്പക്കാർക്കാണ്. പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന് പകരം സ്വന്തം ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനാണ് ഇവിടെ മുൻഗണന. ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ തനതായ മൂല്യങ്ങളെയും ആദർശങ്ങളെയും പൂർണ്ണമായും അവഗണിക്കുന്നു. ഗ്രൂപ്പ് താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുതിർന്ന നേതാക്കളിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. സുധാകരനെ കൂടാതെ MP മാരായ അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ തുടങ്ങിയവർ പോലും തങ്ങളുമായി വേണ്ട രീതിയിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്ന് പരാതിപ്പെടുന്നു. എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്ന് യുവ നേതാക്കൾക്കും പരാതിയുണ്ട്. ഒരു പാർട്ടിയിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകി മുന്നോട്ട് പോകേണ്ടത് ഒരു ആരോഗ്യപരമായ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടെ ആ തത്വം പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു. പാർട്ടിക്കുള്ളിലെ ഈ അന്തഛിദ്രം പൊതുജന മധ്യത്തിൽ കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ മോശമാക്കുന്നു. DCC അധ്യക്ഷന്മാരുടെ നിയമനത്തിലും ഈ അധികാര വിടംവലി വ്യക്തമാണ്.